ഓണാഘോഷത്തിനിടെ ജോലിയിൽ നിന്നും മാറി നിന്നതിൽ പോലീസുകാർക്ക് സസ്പെൻഷൻ. അരുവിക്കര പോലീസ് സ്റ്റേഷനിലെ 3 ഉദ്യോഗസ്ഥർക്കാണ് നടപടി. വിവരങ്ങളുമായി ശാലിനി ചേർന്നു. ശാലിനി, ഓണാഘോഷത്തിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഇപ്പോൾ വന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, വെറുമൊരു ആഘോഷത്തിൽ പങ്കെടുക്കാതെ ഇരുന്നതിന് അല്ല ഇവരെ പുറത്താക്കിയത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം അരുവിക്കര പോലീസ് സ്റ്റേഷനിലെ 3 ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായി സ്റ്റേഷനിൽ ഓണാഘോഷം അടക്കം നടത്തിയിരുന്നു. ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാതിരിക്കുക മാത്രമല്ല, ജോലിയിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ 3 ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഔദ്യോഗിക തീരുമാനം പുറത്തേക്ക് വരുന്നത്. ഓണാഘോഷത്തിനിടെ ജോലിയിൽ നിന്ന് മുങ്ങി എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിച്ചത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടി 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം തിരുവനന്തപുരം ഈ അരുവിക്കര അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ജോലിയുടെ ഇടയിൽ തന്നെ ഓണാഘോഷം സംഘടിപ്പിക്കുന്നു. ഓണാഘോഷം നടക്കുന്നതിനിടയിൽ തന്നെ ഇത്തരത്തിലുള്ള ക്രമസമാധാന ചുമതലയും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കേസന്വേഷണവും ഒക്കെ നടത്തേണ്ട ഉദ്യോഗസ്ഥരുണ്ട്. ആഘോഷം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് ജോലി ചെയ്യേണ്ടവരാണ്. പക്ഷേ ആ ജോലിയിൽ പങ്കെടുക്കാതെ അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമാകാതെയും ഒപ്പം തന്നെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന കൃത്യവിലോപം കാട്ടി എന്നുള്ള കണ്ടെത്തലിന്റെ സാഹചര്യത്തിൽ കൂടിയാണ് 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അല്പസമയം മുമ്പ് ഒരു ഡിവൈഎസ്പിക്കെതിരെ സസ്പെൻഷൻ നടപടി വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തലസ്ഥാന ജില്ലയിൽ നിന്ന് 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ സംസ്ഥാന പോലീസ് സേന സ്വീകരിച്ചിരിക്കുന്നത്. ഔദ്യോഗിക ഉത്തരവ് ഇത് സംബന്ധിച്ച് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 3 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് തിരുവനന്തപുരം അരുവിക്കര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഓണത്തിൽ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്നത് മാത്രമല്ല, ജോലിയിൽ നിന്നടക്കം ഇവർ അവധി എടുക്കാതെ അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഡ്യൂട്ടി എടുക്കാതെ ഓണാഘോഷത്തിലും പങ്കെടുക്കാതെ മറ്റെങ്ങോ പോയി എന്നുള്ളതാണോ, അതോ അന്ന് അവധി എടുത്തു എന്നുള്ളതാണോ, എന്താണ്? വിനോദം, നമുക്ക് നിലവിൽ മനസ്സിലാകുന്ന പ്രകാരം ഓണാഘോഷം നടക്കുകയാണ്. പല സ്റ്റേഷനുകളിലും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓണാഘോഷം നടന്നിരുന്നു. പക്ഷേ അതേസമയം തന്നെ ജോലിയിൽ അവർ കർമ്മനിരതരാണ്. അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ജോലിക്ക് പോകേണ്ടവരാണ്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അത്തരത്തിലൊരു അവധി അപേക്ഷയൊന്നും നൽകാതെയാണ് ഈ ഓണാഘോഷം നടക്കുകയാണ്, അതിനിടയിൽ പങ്കെടുക്കുന്നു എന്നുള്ള രീതിയിൽ അവരുടെ ശ്രദ്ധ മാറിയ സമയത്ത് അതിൽ നിന്ന് 3 പേർ ഒരുമിച്ച് മാറി എന്നുള്ളതാണ്. എന്ത് കാരണത്തിലാണ് ഇവർ മാറിയെന്നതടക്കമുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പക്ഷേ അത് സേനയെ അറിയിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ കൂടിയാണ് കൃത്യവിലോപം നടത്തി ഔദ്യോഗിക അറിയിപ്പ് നൽകാതെ മാറി നിന്നു. ഓണാഘോഷത്തിൽ പങ്കെടുക്കാതിരുന്നത് അല്ല, കൃത്യവിലോപം നടത്തി ഒപ്പം തന്നെ ഡ്യൂട്ടി മണിക്കൂറിൽ മാറി നിന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി എന്നുള്ളതാണ് നമുക്കിപ്പോൾ നിലവിൽ പ്രാഥമികമായും വിലയിരുത്താനും ഒപ്പം തന്നെ അവിടെ നിന്ന് സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ഓണാഘോഷം നടക്കുമ്പോൾ കൃത്യമായി ജോലിയിൽ നിന്ന് മുങ്ങി 3 പോലീസുകാരാണ് ജോലി എടുക്കാതെ മുങ്ങിയത്. എന്നാൽ ഓണാഘോഷത്തിൽ പങ്കെടുത്തുമില്ല. ഇവർക്കെതിരെയാണ് ഇപ്പോൾ